സൗദിയിലെ ദമാം ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. ഒരു മലയാളി ഉൾപ്പെടെ 9 പേരാണ് മത്സരരംഗത്ത് ഉള്ളത്. പത്രിക നൽകിയ 17 പേരിൽ 8 പേരുടെ നാമനിർദ്ദേശ പത്രികകൾ തള്ളി. പത്രിക തള്ളിയതിന്റെ കാരണം വ്യക്തമാക്കാത്തതിനാൽ രക്ഷിതാക്കളുടെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. നിലവിൽ 9 പേരുടെ പത്രികകളാണ് ദമാം ഇന്ത്യൻ സ്കൂൾ തെരഞ്ഞെടുപ്പിലേക്ക് സ്വീകരിച്ചത്. തെലങ്കാനയിൽ നിന്ന് 3 പേരും തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 പേർ വീതവും കേരളം, ബീഹാർ എന്നീ സംസ്ഥാനത്ത് നിന്ന് ഒരാൾ വീതമാണ് മത്സരരംഗത്തുള്ളത്. 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 5 പേരെയാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കുക. നിലവിൽ 5 സംസ്ഥാനത്തു നിന്നും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ട്. ഇതോടെ ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമുള്ള കേരളത്തിന്റെയും ബീഹാറിന്റെയും സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പായി. മലയാളി സ്ഥാനാർത്ഥിയായി എറണാകുളം കലൂർ സ്വദേശി സുനിൽ മുഹമ്മദാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിന് 2 വർഷം മാത്രമേ രക്ഷിതാവെന്ന നിലയിൽ സ്കൂൾ ഭരണസമിതിയിൽ തുടരാൻ സാധിക്കൂ. ഇതോടെ 3ാം വർഷ ഭരണസമിതിയിൽ മലയാളി പ്രാതിനിധ്യം ഉണ്ടാവില്ല. 8 പേരുടെ പത്രികകൾ തള്ളാനുണ്ടായ കാരണം സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇത് രക്ഷിതാക്കളുടെയും കമ്മ്യൂണിറ്റി സംഘടനകളുടെയും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കാനാണ് സാധ്യത. മുൻപും സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏകപക്ഷീയ തീരുമാനങ്ങൾ രക്ഷിതാക്കളുടെ എതിർപ്പിനും നിയമ നടപടികൾക്കും വിധേയമായിട്ടുണ്ട്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.